ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. പഠിച്ചോൻ ആയുസ്സും ആഫിയത്തും ബർക്കത്തും എല്ലാം തരട്ടെ പണിയിലെല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ സഫാരിയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങുന്ന കാണിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ എല്ലാം ചെയ്ത് കൊടുക്കണം. നേരെ പൈസ ഇട്ടു കേട്ടോ. ആദ്യം നാട്ടിൽ ഇതാ കാശ് ഇട്ട്, പിന്നെ ഇവിടെ മറ്റേ വേസ്റ്റ് വെല്ല് പോലെ വേസ്റ്റ് വെല്ല് തുടങ്ങിന്. നല്ല നാട്ടിലെ സാധനങ്ങളാണ് കേട്ടോ ഫുള്ളുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ചേച്ചിക്ക് അലുവ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ അലുവ വാങ്ങാൻ പോയി. അപ്പോൾ ഇതാ ഫുള്ള് ഇതാ നാട്ടിലെ സാധനങ്ങളാണ് കേട്ടോ. കടലമുട്ടായി എല്ലാം ഉണ്ട്, വളകൾ, കുപ്പി വളകൾ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ആളും ഉണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ബാഗ്, അതേപോലെ കുഞ്ഞ് ബാഗ്, അവിടെ നിൽക്കുന്ന പിന്നെ പെണ്ണുങ്ങളെല്ലാം നല്ല രസമുണ്ട്. തോർത്തെല്ലാം കെട്ടി നാടൻ ലുക്കിലാണ് ഓല് നിൽക്കുന്നത്. ഉപ്പിലിട്ടതും പിന്നെ നമ്മളെ എന്താ പറയുക ഇഞ്ചി മുട്ടായും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉപ്പിലിട്ടുണ്ട്, എല്ലാ സാധനവും ഉപ്പിലിട്ടിട്ടുണ്ട്. കാണുമ്പോൾ നല്ല രസമുണ്ട്, തിന്നുമ്പോഴും അതേപോലെ രസമുണ്ടാവും. പക്ഷെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അലുവ മാത്രം വാങ്ങി. എല്ലാ സാധനങ്ങളും എല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഫുള്ള് നമ്മളെ നാട്ടിലെ മുട്ടായികളാണ്. അപ്പോൾ ഇപ്പം നാട്ടിൽ നിന്നൊന്നും മുട്ടായി ഇതാണ്ട എള്ളുണ്ട, അത് ഇത് മിച്ചറ്, വർത്തായി, ചിപ്സ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അലുവ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പറഞ്ഞ് വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചി വാങ്ങി. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കഷ്ണം കഴിക്കാനും ആ ചെറിയോൻ തന്നു. ആ ചെക്കനോട് ഞാൻ പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ സാധനം കാട്ടുക. ആ തരാല പറഞ്ഞിട്ടൊരു വലിയ പൈസ തന്നു. ആ ഒരു പാക്കറ്റിന് 20 റിയാലുള്ളൂ കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അലുവ ഭയങ്കര മധുരമല്ലേ. പക്ഷെ ചേച്ചി വാങ്ങിയ അലുവ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം അങ്ങനെ മേലെ നിന്ന് അങ്ങനെ അതെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾ വില എല്ലാം ചോദിച്ച്, അപ്പോൾ അരക്കിലോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് അരക്കിലോ മുറിക്കുക. ചേച്ചി അവനോട് ഇങ്ങനെ ചോദിക്കുക എത്രയാണ് നല്ല. അപ്പോൾ കുട്ടികളെല്ലാം കൊണ്ടുപോകുമ്പോൾ നല്ല ചില്ലറ പൈസ കൈക്ക് വെച്ചോളിട്ടോ. എല്ലാവരും വാങ്ങും. ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ കുട്ടികളെ അധികം എനിക്ക് തോന്നുന്നത് നമ്മളെ ഉപ്പിലിട്ടതും അതും ഇതും കടലമുട്ടായും ഇഞ്ചി മുട്ടായും എല്ലാം വാങ്ങുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെക്കനെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാനത് കഴിച്ചു നോക്കി, നല്ല രസമുണ്ട്. ഇനി ആരും പറയേണ്ട ഇടത്തെ കൈ കൊണ്ടാണ്, അല്ല വലത്തെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നിൽ ക്യാമറ എടുത്തിട്ടോ ഫോൺ എടുക്കുന്നത്, പിന്നെ ഇത് വീഡിയോ എടുക്കുന്നു കേട്ടോ. ഇപ്പോൾ ചേച്ചിയും തിന്നുന്നുണ്ട്. എല്ലാവരും വന്ന ചേച്ചി, ഞങ്ങൾ രുചി നോക്കാനായിട്ട് പോയ ആൾക്കാരാണ്. ശല്യട്ടാ ചേച്ചി അലുവ വാങ്ങിന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലെല്ലാം പൈസ എല്ലാം കൊടുത്ത് ബില്ലെല്ലാം അടച്ച് നമ്മളങ്ങനെ താഴോട്ട് പോയി. പിന്നെ മുകളിൽ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ആകെ മേലെ വന്നിട്ടാണ് ഞാൻ കാശിട്ടത്. പിന്നെ ഇവിടെ വന്ന് നോക്കി, ഇവിടെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അതാ അലുവം വാങ്ങി. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോയി. അപ്പോൾ താഴോട്ട് പോയത് എന്താണെന്ന് പറഞ്ഞാൽ കുറേ സാധനമില്ല, നല്ല ആളായിരുന്നു സഫാരിയിൽ. അങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയി. ചേച്ചിനോട് പറഞ്ഞു വാ കുറേ സാധനം വാങ്ങാണ്ടല്ലോ, ഇവിടെ നിന്നാൽ സമയം പോകുന്നു. അങ്ങനെ ഉണ്ടായി. ഇവിടെ തന്നെ നല്ല ആളുണ്ടായിരുന്നു. ചേച്ചിക്ക് നല്ല ഇഷ്ടമാണല്ലോ അലുവ. അങ്ങനെ ഞങ്ങൾ അലുവയും വാങ്ങി താഴോട്ട് പോയി. ഭയങ്കര ആളായിരുന്നു. താഴെ പറയണ്ട, പച്ചക്കറി എടുക്കുന്നിടത്തെല്ലാം നല്ല ആളായിരുന്നു.
അലുവെല്ലാം വാങ്ങി അങ്ങനെ അങ്ങനെ താഴോട്ട് പോയി. നമ്മൾ എന്തിനാണ് വന്നേ? സാധനങ്ങൾ വാങ്ങാനാണ്. കാശ് വിടണം നാട്ടിൽ, പിന്നെ സാധനങ്ങൾ എടുക്കണം. അപ്പം അതിനെല്ലാം വന്ന്. അപ്പോൾ ഞാൻ ഇല്ലാത്ത സാധനങ്ങളെല്ലാം എടുത്തിട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, കോളിഫ്ലവർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പച്ചക്കറി തന്നെ കൂടുതൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ തേങ്ങ എടുത്തു. ഞാൻ എടുക്കുമ്പോൾ കുറച്ച് എടുക്കുകയുള്ളൂ. കുറച്ച് എടുത്തിട്ട് പിന്നെ അത് കഴിയുമ്പോഴേ എടുക്കുകയുള്ളൂ. അത് കോളിഫ്ലവർ ഇതുണ്ടാകുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഉപ്പിട്ടിട്ട് കഴിച്ചാലും നല്ല രസം രാത്രിയെല്ലാം. പിന്നെ ഉള്ളി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വലിയ ഉള്ളി പറ്റ മോശമായിരുന്നു കേട്ടോ. പിന്നെ വന്നിയിലെടുക്കുക ഒറ്റ ഉള്ളി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളി നല്ലത് നോക്കി കുറച്ചെടുത്ത്. അപ്പോൾ നിങ്ങളോട് സോറി ചോദിക്കുന്നു. ഞാൻ മുടി കെട്ടിയതായിരുന്നു മേലോട്ട്, അത് അഴിഞ്ഞു പോയിന് കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഉള്ളി ഭയങ്കര മോശം. തക്കാളി ആണെങ്കിൽ വല്ലാത്ത വലിപ്പോ. ഇനിയിപ്പോൾ അടുത്ത മാസമേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ കോവക്ക ഞാൻ അധികം ഉപ്പേരി വെക്കാനാണ് കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെക്കാനൊന്നുമില്ലെങ്കിലും വേഗം വന്ന് തോരൻ വെച്ച് പിന്നെ ഒരു അച്ചാറോ കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ കാര്യം നടക്കും. പിന്നെ മീനെല്ലാം ഇവിടെ കൊണ്ടുപോയി വെച്ചതുണ്ട്. അപ്പോൾ മീനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് ഞാൻ തേങ്ങ വാങ്ങി. തേങ്ങ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടൂല. നമ്മൾ താമസിക്കുന്നിടത്ത് ചെറിയ തേങ്ങ കിട്ടൂല. അപ്പോൾ അത് കുറച്ച് കൂടുതലെടുത്ത്. അങ്ങനെ ബീൻസ് എടുത്ത്. നല്ല ഇളയ ബീൻസായിരുന്നു കേട്ടോ. അപ്പം അതും എടുത്ത്. ചേച്ചിനോട് ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെടുക പ്ലീസ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞാൻ 4 തേങ്ങ എടുത്തിട്ട് ആദ്യം തന്നെ ചിരകാൻ വേണ്ടി കൊടുത്തു കേട്ടോ. എന്താണെന്ന് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ചിരകി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കഴിഞ്ഞു. സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതെടുക്കാൻ പോയത്. തേങ്ങ ചിരകാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചീരൻ്റെ ആളാണ്. ചീര എടുക്കാൻ പോയി. ചീര, കരിയേപ്പിൻ്റെ ഇല എല്ലാം എടുത്ത്. ഇനി നമുക്ക് ഇടയ്ക്ക് ഒരു മാസത്തിനുള്ള സാധനം വാങ്ങിയാലും ഇടയ്ക്ക് ഇപ്പം എന്താ വേണ്ടി വെച്ചാൽ പാല് വേണ്ടി വരും. പാല് എന്തായാലും നമുക്ക് തികയൂല. ഒരു ലിറ്റർ വാങ്ങിയാൽ തികയൂല കേട്ടോ. രാവിലെ എല്ലാം ചായ അടിക്കുന്നില്ല. ഇനി ഇടയ്ക്ക് പാല് വാങ്ങേണ്ടി വരും. പിന്നെ എന്താ വാങ്ങേണ്ടത്? കരിയേപ്പ്, തക്കാളി, ഉള്ളി അങ്ങനത്തെ ഒന്നും വാങ്ങണ്ട. പച്ചക്കറികളൊന്നും വാങ്ങണ്ട. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇറച്ചി ഞാൻ എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ. ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ബീഫ്. ചിക്കൻ ആദ്യം ഇഷ്ടമില്ല, ഇപ്പോഴും ഇഷ്ടമില്ല. അപ്പോൾ ബീഫ് അങ്ങനെ എന്താക്കി, ബീഫ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വാങ്ങും. അത്രേ ഇനി വാങ്ങുകയുള്ളൂ. കരിയേപ്പിൻ്റെ ഇലയും കഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചീര എടുത്ത്. നല്ല ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എടുത്തപ്പോഴാണ് പിന്നെ പുതിയ ചീര കൊണ്ടുവരുന്നുണ്ടായത്. അങ്ങനെ വീണ്ടും ഞാനാണ് പൊന്നാങ്കണ്ണി എടുത്തത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊന്നാങ്കണ്ണി. അങ്ങനെ അതെല്ലാം എടുത്ത് ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ ഫ്രഷ് പാലെടുത്തു. പിന്നെ പുട്ടുപൊടി എടുത്ത്. അങ്ങനെ കുറേ സാധനങ്ങളെടുത്ത്. വെളിച്ചെണ്ണ എടുത്ത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നാണ് തീരെ പെട്ടെന്ന്. ഓയിൽ എനിക്ക് ആവശ്യമില്ല കേട്ടോ. ഓയിൽ ഇതാതെ നമ്മളിവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ചെറിയ ഇത് വാങ്ങിയിട്ട് 1/2 ലിറ്ററിന് വാങ്ങിയിട്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഫുള്ള് വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വില്ലടിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ആൾ. അങ്ങനെ വില്ലെല്ലാം അടിച്ച് സാധനമെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ച് മേലെ വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്ക് ഞങ്ങൾ മീൻകായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 2 പഴംപൊരിയും എടുത്ത്. ഞാൻ ചേച്ചിനോട് പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കുറേ സമയം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതെന്താന്ന് പറഞ്ഞാൽ ഇത് സഫാരീൻ്റെ ഉള്ളിൽ തന്നെ കുറേ നിന്ന്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. കണ്ടോളൂ. നല്ല പഴംപൊരി ആയിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ സൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ദാദാ ഞാൻ വാങ്ങിയ സാധനങ്ങളാണ്. കുറേ ഒന്ന് സാധനം വാങ്ങി കൂട്ടും. ഞാനിപ്പോൾ ഇത്രയും വാങ്ങിയിട്ട് 140 റിയാലായിട്ടുള്ളൂ കേട്ടോ.
1 മാസത്തിനുള്ള സാധനങ്ങളാണ് 140 റിയാലായി. ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറി വെക്കാനും പാലും വേണ്ടി വരും. വേറെ ഒന്നും വാങ്ങണ്ട കേട്ടോ. ഉള്ളിയെല്ലാം ഇനി എനിക്ക് അടുത്ത മാസം പിറ്റത്തെ മാസം ഒന്നും വാങ്ങണ്ട. ഇപ്പം അരി 1 മാസം വാങ്ങിയാൽ തന്നെ 4-5 മാസം അങ്ങനെ നിൽക്കും. അങ്ങനെ എന്താ ചായപ്പൊടി വാങ്ങി, വെളിച്ചെണ്ണ, വെളുത്തുള്ളി. ആദ്യം ഞാൻ സൗണ്ട് കൊടുത്തത് കേട്ടോ, പിന്നെ ഭയങ്കര ഏസിൻ്റെ സൗണ്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച സൗണ്ട് വേറെ കൊടുക്കാമെന്ന്. അങ്ങനെ ഉള്ളി വാങ്ങി, ഉള്ളി നല്ലത് നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. തക്കാളി, ഇഞ്ചി കണ്ടോ, അങ്ങനെ അതെല്ലാം വാങ്ങി. ചീരകൾ, ബീൻസ്, കോവക്ക, പച്ചക്കായി, അങ്ങനത്തെ സാധനമെല്ലാം വാങ്ങി. ചുവന്ന ചീര, പിന്നെ ഒരു ഉണ്ടമുളക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചമ്മന്തി ഉണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടീന്. അതൊന്ന് അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറി നമുക്ക് വേണ്ട. അപ്പോൾ പിന്നെ നിങ്ങൾ കാണാത്തവരുണ്ട് കാണുക. പിന്നെ ഇനി അങ്ങനത്തെ അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചമ്മന്തി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ആ ഉണ്ടമുളക് ഭയങ്കര രസമാണ്. അങ്ങനെ എല്ലാം ചീരയെല്ലാം വാങ്ങി 1 മാസത്തേക്ക് സെറ്റാക്കി. അപ്പോൾ നമ്മൾ എല്ലാവരും 1 മാസമാകുമ്പോൾ കണക്ക് കൂട്ടലാണ്. അത് ചെയ്യുക ഇത് ചെയ്യുക. ഞാൻ ആദ്യം നാട്ടിൽ സെറ്റാക്കും, എന്നിട്ടേ പിന്നെ ഞാൻ ഇവിടെ സാധനങ്ങളെല്ലാം വാങ്ങുള്ളൂ കേട്ടോ. ആദ്യം നാട്ടിൽ കാശിട്ടെടുത്ത് അവിടെ അങ്ങ് ഓക്കെ ആക്കും. എന്നിട്ട് പിന്നെ ആ ടെൻഷൻ നമുക്കില്ലല്ലോ. നമ്മളെ കാര്യം ഇവിടെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. എന്നാലും എങ്ങനെ ആയാലും 1 മാസം എങ്ങനെയെങ്കിലും അല്ല 1 മാസം പൂർത്തിയാകുമ്പോഴത്തേക്കും വീണ്ടും ഒരു 500 ഇവിടുന്നെങ്കിലും കടം വാങ്ങും കേട്ടോ. അത് വേറെ വിഷയം. അത് ഇന്നെപ്പോലെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, കടം വാങ്ങും. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അതല്ലേ പറയാനുള്ളൂ. നല്ല നല്ല കമൻറ്റുകൾ ഇടുക, നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. മീൻ വറ്റിച്ചതെല്ലാം കണ്ടിട്ട് നല്ല എങ്ങനെ ഉണ്ട് എന്ന് പറയുക. ഞാൻ എല്ലാം സിമ്പിളായിട്ടുള്ള കറികളാണ് ഇടുന്നത്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം എല്ലാവരും ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ. ഞാൻ ആദ്യം റെക്കോർഡ് കൊടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങളോട് എന്തൊക്കെയോ കഥകൾ പറയാ ഞാൻ. പിന്നെ ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഏസിൻ്റെ ഭയങ്കര സൗണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ആ സൗണ്ട് കൊടുത്താൽ ശരിയാവില്ല. ഒന്നാമത് എനിക്ക് സൗണ്ട് എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ശരീരവേദന, കാലുവേദന, പുറം വേദന എല്ലാം ഇരുന്നു. ഞാൻ പണി സ്ഥലത്തുനിന്ന് വന്ന് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി അവിടുന്ന് വേദനൻ്റെ ഗുളികയെല്ലാം വാങ്ങി ഇവിടെ വന്ന് പിന്നെ ചോറ് വെക്കുമ്പോൾ വീണ്ടും ജോലി വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് മടിച്ച് നിന്നിട്ട് കാര്യമില്ല. ഗുളിക കുടിച്ചപ്പോൾ കുറച്ച് സമാധാനം കിട്ടി, വീണ്ടും ഓടിപ്പോയി. അപ്പോൾ ഇതന്നെയല്ലേ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലെല്ലാം ഇടാലേ. നിങ്ങളോട് ഈ റെക്കോർഡ് നല്ല രസമാണ്, പക്ഷെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാണ്. പക്ഷെ ആ റെക്കോർഡ് കൊടുക്കാൻ പറ്റിയില്ല, എരമ്പിച്ച സൗണ്ട് ഏസിക്ക്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആദ്യമെല്ലാം നല്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ എനിക്കിപ്പോൾ ഈ 2 ആഴ്ച കൊണ്ടാണ് നല്ല വ്യൂ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പറ്റ കുറഞ്ഞിന്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. എല്ലാവർക്കും ഞാൻ മറുപടി തരികയാണ്. എനിക്ക് സമയമുള്ളപ്പോൾ എല്ലാം മറുപടി തരും. ഇൻഷാ അല്ലാഹ് നമുക്ക് 10,000 സബ്സ്ക്രൈബറായിട്ട് നമുക്ക് ലൈവ് ഇടാം. അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് 10,000 ആവട്ടെ. എല്ലാവരും 10,000 ആക്കിക്കോളൂ. അപ്പം പിന്നെ ലൈവ് ഇടാമല്ലോ. ഇപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച ലീവുള്ള ദിവസം നമുക്ക് ലൈവ് ഇടാം. 10,000 സബ്സ്ക്രൈബറായാൽ ഞാൻ ലൈവ് ഇടും ഇൻഷാ അല്ലാഹ്. ആയുസ്സും ആഫിയത്തും ഉണ്ടെങ്കിൽ, അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ, കെടുപ്പിലൊന്നും ഇല്ലെങ്കിൽ, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് ഇടാം കേട്ടോ. അപ്പം ഇത്രയല്ലേ ഉള്ളൂ പറയാൻ.
ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ വൈകുന്നേരം നടക്കാനെല്ലാം നല്ല സുഖമാണ്. പാർക്കിലെല്ലാം പോകുമ്പോൾ ഞാൻ നടക്കാൻ പോകുമ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇടുന്നുണ്ട്, വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ കുഴപ്പം വീഡിയോ എടുക്കുന്നതിനില്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയെല്ലാം നമുക്ക് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ വിശേഷങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇതെന്താ പറയണതെന്ന് പറഞ്ഞാൽ സഫാരിയിൽ ഇന്നലെ ഞങ്ങൾ മേലെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി താഴെ വന്ന് ഞാൻ മെഡിക്കൽ ഷോപ്പ് കയറി ഗുളികയെല്ലാം വാങ്ങി അത് പിന്നടിച്ച് നമ്മൾ സാധനം വാങ്ങിയിടുന്ന കൊട്ടയിലിട്ടതായിരുന്നു. അങ്ങനെ ചീര എടുക്കാൻ പോയപ്പോൾ കൊട്ടയില്ല, നമ്മൾ വാങ്ങി വെച്ച കൊട്ടയില്ല. അങ്ങനെ അത് തിരഞ്ഞ് നടന്ന് കാണുന്നേ ഇല്ല. നമുക്ക് സാധനം പിന്നെ എടുക്കാം, പക്ഷെ നമ്മൾ ഗുളികകളെല്ലാം എന്താക്കും, അത്രയും പൈസൻ്റെ ഗുളികയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, 1 മാസം കുടിക്കാനുള്ള. അങ്ങനെ മാനേജറെ കണ്ടു. മാനേജറെ കണ്ടിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അയാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് നമ്മളെ നമ്പർ വാങ്ങിയിട്ട് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ വേറെ സാധനങ്ങൾ എടുക്കുക, അപ്പോൾ ഇത് ക്യാമറ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാമറ ചെക്ക് ചെയ്ത് ആളെ കിട്ടി. അപ്പോൾ പിന്നെ അയാളതാണെന്ന് പറഞ്ഞ് എടുത്ത് കൊണ്ടുപോയത്. അത്രയും ജനങ്ങളായിരുന്നു സഫാരിയിൽ. ഇന്നലെ പോയവർക്കറിയാം, ഞങ്ങളൊരു 4 മണിക്കെല്ലാം പോയിട്ടുള്ളത്. നല്ല ആളായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ആളായിരുന്നു. പിന്നെ അത് കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായത്. എന്താന്ന് പറഞ്ഞാൽ ഉള്ള പൈസ നാട്ടിലും വിട്ട് സാധനത്തിനുള്ള പൈസ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. പിന്നെ ഗുളിക നഷ്ടപ്പെട്ട പിന്നെയും ഗുളിക വാങ്ങാൻ പൈസ ഇല്ല. അപ്പോൾ ആകെ ടെൻഷനൊന്നും സഫാരിയിൽ നിന്നായി. അങ്ങനെയാണ് സഫാരിയിലുള്ള ടൈമെല്ലാം ഞങ്ങൾക്ക് വേസ്റ്റ് ആയത്. കുറേ സമയമായി ഒരു ക്യാമറ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇത് ആരാണ് എടുത്തതെന്ന് ചോദിക്കാം. അപ്പോൾ അത് കിട്ടാനുള്ള കാരണം ആ ചായപ്പൊടിൻ്റെ ഡപ്പയാണ് കണ്ണൻ്റെ. അത് അവരോട് ഞാൻ പറഞ്ഞു, ഒരു ചായപ്പൊടിൻ്റെ ഡപ്പ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇത് കണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനെ എടുത്തിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ ഒരുപാട് സമയം ഞാൻ സഫാരിയിലുണ്ടായിരുന്നു, ഞാനും ചേച്ചിക്കും ടെൻഷൻ. ചേച്ചിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുളിക പോയല്ലേ. ചേച്ചി പറയാം, ഞാൻ ആശിച്ച് അലുവ വാങ്ങി, അലുവയും നഷ്ടപ്പെട്ടല്ലേ സായി എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറയാം. ഞാൻ പറയാം, ചേച്ചി അലുവ നമുക്ക് മേലെ പോയിട്ട് പിന്നെയും വാങ്ങാം, എൻ്റെ ഗുളിക എത്ര റുപ്യൻ്റെ ഗുളിക, എത്ര റിയാലിൻ്റെ ഗുളികയാണ്, അത് പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ റെക്കോർഡ് ശരിയായിട്ടില്ല, അതാണ് ഞാൻ ഇപ്പോൾ സൗണ്ട് വേറെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.